അങ്ങനെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഷോയാൻ ഇപ്പോൾ ആ ഒരു യാവോടെയൊക്കെ പ്ലേസിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ യാവോയാണെങ്കിൽ ലിനിനോട് അകത്ത് നിന്ന് സംസാരിക്കുന്നത് ഷോയാൻ കേൾക്കുന്നു. അതായത് അവളാണല്ലോ ഡിസൈനർ, സോ എന്റെ ഡിസൈൻ മോശമായിട്ടാണോ നമ്മുടെ ബിസിനസ് ക്ലിക്ക് ആവാത്തത്? നമ്മൾ എത്ര വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് ദിവസവും, പക്ഷെ ഒരെണ്ണം പോലും വേണ്ടത്ര റീച്ചോ കാര്യങ്ങളോ ആയിട്ടില്ലല്ലോ, ഫണ്ടും തീർന്നു, ഇനി നമ്മൾ എങ്ങനെയാ മുന്നോട്ട് നീങ്ങുന്നത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഫീൽ ആവുമ്പോൾ ലിന്നാണെങ്കിൽ അവളെ ആശ്വസിപ്പിച്ച് അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, എല്ലാം കൂടി നിന്റെ തലയിൽ മാത്രം കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നു. പക്ഷേ ഇവരുടെ ബിസിനസ് എത്ര നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും അങ്ങോട്ട് ക്ലിക്ക് ആവുന്നില്ലല്ലോ. അത് ഷോയാനും അറിയാം. എന്തെങ്കിലും ചെയ്യണമെങ്കിലും ഇവരുടെ കയ്യിൽ ഫണ്ട് ആവശ്യമാണ്, അത് തീർന്നിരിക്കുകയാണ്. സോ ഇവർക്ക് ഇപ്പോ അത്യാവശ്യമായിട്ട് ഒരു ഇൻവെസ്റ്ററെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഷോയാനും സമയം കളയാതെ നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ ഓരോ കമ്പനികളെ സമീപിക്കാനായിട്ട് തുടങ്ങുന്നു. ഇവരുടെ ഡിസൈനും അതുപോലെ തന്നെ ലക്ഷ്യങ്ങളും ടാർഗറ്റും എല്ലാം ഷെയർ ചെയ്ത് പല കമ്പനികളിലായിട്ടും അതുപോലെ തന്നെ പല മീറ്റിംഗും പല ഫംഗ്ഷനിലും പാർട്ടികളിലും ഒക്കെ തന്നെ പോയി ഒരുപാട് പേരെ മീറ്റ് ചെയ്യുന്നു. എല്ലാവരുമായിട്ടും സംസാരിച്ച് ഒരു നല്ല റിലേഷൻഷിപ്പിനായിട്ട് ശ്രമിക്കുന്നു. സോ അതിനൊക്കെ വേണ്ടി ഇവൾക്ക് നല്ല രീതിയിൽ മദ്യവും കഴിക്കേണ്ടി വരുന്നുണ്ട്. ചിയേഴ്സ് പറഞ്ഞ് ഓരോരുത്തരോടും പരിചയപ്പെട്ട്, പക്ഷെ ഒന്നും തന്നെ സെറ്റ് ആയിട്ടില്ല ഇതുവരെയും. അങ്ങനെ ഇവള് ഒരു പാർട്ടിയൊക്കെ കഴിഞ്ഞ് നല്ലതുപോലെ മദ്യം അടിച്ചത് കൊണ്ട് തന്നെ ഒരു തുള്ളി നടക്കാൻ വയ്യാതെ ഇവള് വീണ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ ഇവളെ ഫോളോ ചെയ്ത് വരുന്ന ഹോമിങ് കാണാണ്. ഷോയാന്റെ കയ്യിലുള്ള ഫോൺ വരെ താഴെ വീണ് പൊട്ടുന്നു. ഇവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകണം എന്നുണ്ട്, പക്ഷേ ഇവര് ലാസ്റ്റ് കണ്ടപ്പോ ഷോയാൻ ഇവനോട് പറഞ്ഞിരുന്നത് നമ്മൾ ഡിവോഴ്സ് ആവാൻ പോകുന്നവരാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി സ്ട്രേഞ്ചർ ആയിട്ട് ഇരുന്നാൽ മതി എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാലും അവൾ ഇവനെ അവോയ്ഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് അവളെ നോക്കിക്കൊണ്ട് നിൽക്കാനേ ഇവന് സാധിക്കുന്നുള്ളൂ. അവളും എങ്ങനെയൊക്കെയോ തപ്പി തടഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ലിനാണെങ്കിൽ ആ സമയം അങ്ങോട്ടേക്ക് വരുമ്പോ ഹോമിങ്ങിനെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇവനോട് നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഞാൻ ഷോയാനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നു. അപ്പോ ഇവള് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഷോയാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവളെ കള്ളം പറഞ്ഞ് തന്നെയാണ് നിങ്ങളെ വിവാഹം കഴിച്ചത്. പക്ഷെ നിങ്ങൾ അത്ര ഇന്നസെന്റ് ഒന്നും ആയിരുന്നില്ലല്ലോ. അവളെ പോലെ തന്നെ നിങ്ങളും തെറ്റുകാരനാണ്. പക്ഷെ അവള് നിങ്ങളെ ലൈഫ് ലോങ് കൂടെ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. അവളുടെ തെറ്റുകൾ അവൾ തുറന്നു പറയാൻ ശ്രമിച്ചു. നിങ്ങളോടൊപ്പമുള്ള റിലേഷൻഷിപ്പ് എന്ന് കീപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചു. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ തെറ്റ് തുറന്നു പറയാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവളെ പറയാൻ ശ്രമിച്ചത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അവളെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്തിരുന്നെങ്കിൽ അവൾ ഇന്ന് കാണുന്ന അവസ്ഥയിലോട്ട് എത്തില്ലായിരുന്നു. അവൾ ആഗ്രഹിച്ച ജോലി നഷ്ടപ്പെടില്ലായിരുന്നു. എന്നിട്ടിപ്പോ നല്ല ബില്ലാവാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ ഹോമിങ് എനിക്ക് അവളെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ അവൾ എന്റെ സഹായം സ്വീകരിക്കില്ല. ഒരു കാര്യം ചെയ്യുന്ന എനിക്ക് വേണ്ടി അവളോട് ഒന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ലിൻ, ഞാനോ? ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഞാൻ പറഞ്ഞാലും നിങ്ങളുടെ അടുത്ത് നിന്ന് അവളൊരു മുട്ടുസൂചി പോലും സ്വീകരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ അവളെ ഭാവിയിൽ ഇനി കാണാൻ വരാത്തത് തന്നെയാണ് നല്ലത്. അവള് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ലിൻ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം പിറ്റേന്നാണെങ്കിൽ ഷോയാൻ പുതിയൊരു ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. പക്ഷെ അയാളാണെങ്കിൽ ഇവരുടെ വീഡിയോസും കാര്യങ്ങളും ഒന്നും തന്നെ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് സഹകരിക്കാനാവില്ല എന്ന് പറഞ്ഞ് ഇവളെ റിജക്ട് ചെയ്യുന്നു. പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വന്ന ലിയാങ് കാണുകയാണ്. നമ്മൾ മുന്നേ തന്നെ ഈ ഒരു വ്യക്തിയെ കണ്ടതാണല്ലോ. ഇവന് ഷോയാനോട് ഒരു ചായവുള്ളത്. അതുകൊണ്ട് തന്നെ ഇവൻ നേരെ ഇവളുടെ അടുത്തേക്ക് വരുന്നു. ഇവളും ഇവനെ കണ്ട് മിസ്റ്റർ ലിയാങ് നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഞാനിവിടെ ഒരു മീറ്റിങ്ങിനായിട്ട് എത്തിയതാണ്. എന്റെ പുതിയ പ്രോജക്റ്റിനായിട്ട് ഒരു ഇൻവെസ്റ്ററെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അല്ല, നിങ്ങളും ഇവിടെ ഇൻവെസ്റ്ററെ കാണാൻ വേണ്ടി എത്തിയതാണല്ലേ? വിരോധം ഇല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഞാൻ എന്റെ സ്റ്റാർട്ടപ്പിനായിട്ട് ഒരു ഇൻവെസ്റ്ററെ അന്വേഷിച്ച് നടക്കാണ് എന്ന് പറയുമ്പോൾ ലിയാങ്, നിങ്ങൾക്ക് പൈസയോ? നിങ്ങളെന്താ ആളെ കളിയാക്കാണോ എന്ന്. ഇവള് ഒരു വലിയ ഫാമിലിയിലെ മരുമകളാണല്ലോ. സോ ആ ഒരു രീതിയിലാണ് ലിയാങ് ചോദിക്കുന്നത്. അപ്പോ ഷോയാൻ, അതെ, ഞാൻ എന്തിനാ കളിയാക്കുന്നത്, ഉള്ളത് തന്നെയാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ലിയാങ്, അപ്പൊ പുറത്തു വരുന്ന റൂമേഴ്സ് ഒക്കെ ശരിയാണല്ലേ? നിങ്ങൾ ഡിവോഴ്സ് ആവാൻ പോവുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള്, അത് ആവശ്യമില്ലാത്ത ചോദ്യമാണ്, എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ബാഗിൽ എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ലിയാങ് ആണെങ്കിൽ ആ ഒരു ഫയൽ വാങ്ങിച്ച് ഇവളുടെ അടുത്ത് നിന്ന് നോക്കുന്നു. എന്നിട്ട് ഷോയാനോട് ഇതിന്റെ ഒരു ഏകദേശ ഐഡിയയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. ഷോയാനും ഇവര് ഓൺലൈനായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അതുവഴിയാണ് സെല്ലിംഗ് നടത്താൻ നോക്കുന്നത് എന്ന കാര്യം പറയുമ്പോൾ ലിയാങ് ആണെങ്കിൽ ഇവളോട്, ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്, ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളെ പോലെ വീഡിയോസ് ചെയ്ത് ഓൺലൈൻ സെല്ലിംഗ് നടത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഒരു ദിവസം തന്നെ മില്യൺ കണക്കിന് വീഡിയോകളാണ് പബ്ലിഷ് ആവുന്നത്. സോ എല്ലാവരെയും പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. സീനൊക്കെ ഓക്കെ ആണ്, പക്ഷേ ഒരു യുണീക്നെസ് ഒന്നും ഈ വർക്കിലില്ല എന്ന് പറഞ്ഞിട്ട് ഇവളുടെ ആ ഒരു ബിസിനസ് ഫോക്കസ് ചെയ്യാതെ, അതായത് ഇവളെ ഇതുവരെയും ശ്രദ്ധിക്കാതെ, ഇവളെ മുന്നേ ബിസിനസ് ചെയ്ത് പരിചയമുള്ള ഒരു വ്യക്തി അല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് പരിചയമുള്ള ലിയാങ് ഇവൾക്കറിയാത്ത പല കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാണ്. സോ അതെല്ലാം കേട്ടതിന് ശേഷം ഇവനോട്, നിങ്ങളൊരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ ഈ ഒരു പ്രോജക്റ്റ് കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ എന്തായാലും താനത് ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവളും ചിരിച്ചിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫയല് വാങ്ങാണ്. പക്ഷെ ലിയാങ് ആണെങ്കിൽ ഇവളോട്,
ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല, പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്തു തരാം. എന്റെ ഫ്രണ്ടാണ്, എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ചെയ്തു തരും എന്ന് പറയുമ്പോൾ ഇവനോട് വലിയൊരു താങ്ക്സ് പറയാണ്. സോ ലിയാങ് ഫർദർ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവളുടെ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങുന്നു. അപ്പോൾ ഇവിടെ ഹോമിംഗ് ആണെങ്കിൽ മറ്റേ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ തിരിച്ച് എത്തിയത്. സോ ഇവൻ ഇപ്പോൾ നെക്സ്റ്റ് പ്രോജക്റ്റ് പിടിക്കാനായിട്ട് പോവുകയാണ്. അതാണെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ആ ഒരു പ്രോജക്റ്റ് ഇവന്റെ കമ്പനിക്ക് വേണ്ടി ഇവന് ചെയ്യാൻ സാധിച്ചാൽ അത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. ഇവന് ബോർഡ് മെമ്പറായിട്ട് മത്സരിക്കാനും അത് നല്ലൊരു റീസൺ ആയിരിക്കും. അതൊരു റഷ്യൻ വ്യക്തിയായിട്ടാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഇപ്പോൾ ചൈനയിലേക്ക്, അതും ഇവരുടെ നാട്ടിലേക്ക് വെക്കേഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ആ ഒരു വ്യക്തിയെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇവന്റെ നെക്സ്റ്റ് പ്രോജക്റ്റ്. പക്ഷേ ഇവർക്ക് അത് അത്ര എളുപ്പമല്ല, കാരണം മറ്റൊരു കമ്പനി കൂടെ ഇതിനെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ടാസ്ക് കൂടുതലാണ്. പക്ഷെ ആ ഒരു റഷ്യന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കാൻ ഇവൻ അസിസ്റ്റന്റിനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ആ ഒരു റഷ്യനെ കാണാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കമ്പനിയുടെ പ്രതിനിധി എത്തിയിരിക്കുകയാണ്. ഇയാൾ മറ്റാരുമല്ല, നമ്മൾ മുന്നേ തന്നെ കണ്ടിരുന്നല്ലോ, ടെച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അസിസ്റ്റന്റ് ഹോമിങ്ങിന്റെയും ഷുയാന്റെയും ഡിവോഴ്സിനെ പറ്റിയുള്ള വാർത്തകൾ കണ്ടുപിടിക്കാനായിട്ടൊക്കെ ഏൽപ്പിച്ചത് അത് ഈ ഒരു വ്യക്തിയാണ്. ഇയാളാണ് ആ ഒരു ചെന്നിന്റെ അസിസ്റ്റന്റ്. ഇയാളുടെ പേര് സ്റ്റീവൻ എന്നാണ്. പക്ഷെ ഇയാളാണെങ്കിൽ ഇപ്പോൾ ഈ റഷ്യനെ വന്ന് കണ്ട് തപ്പിപ്പറക്കി ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് ഇവരുടെ കമ്പനിയായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം എന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് റഷ്യൻ ആണെങ്കിൽ ഇയാളോട് നിങ്ങൾ ചൈനീസിൽ സംസാരിച്ചാൽ മതി, എനിക്കത് മനസ്സിലാവും, എന്റെ വൈഫ് ചൈനീസ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്കും ചൈനീസ് ഒക്കെ മനസ്സിലാവും, സംസാരിക്കാനും അറിയാം എന്ന് പറയുമ്പോൾ ഇയാൾക്ക് സമാധാനമാണ്. സോ ഇയാളും ഇദ്ദേഹത്തിനോട് ഇവരുടെ കമ്പനിയുടെ പാർട്ട്ണർ ആവാനുള്ള പ്രപ്പോസൽ വെക്കുന്നു. അപ്പോൾ റഷ്യൻ ഇയാളോട് നിങ്ങളുടെ പ്രപ്പോസൽ ഞാൻ കൺസിഡർ ചെയ്യാം, പക്ഷേ ഞാൻ എന്റെ വൈഫിനോടൊപ്പം ഇപ്പോൾ വെക്കേഷനായിട്ടാണ് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ബിസിനസ് കാര്യങ്ങൾ ഡീൽ ചെയ്യുകയാണെങ്കിൽ എന്റെ വൈഫും ഞാനുമായിട്ട് തെറ്റും. കാരണം ഈ വെക്കേഷൻ സമയത്ത് ബിസിനസ് കാര്യങ്ങൾ ഒന്നും സംസാരിക്കില്ലെന്ന് ഞാൻ അവൾക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ ഇയാള് എങ്കിൽ പിന്നെ താനൊരു ഗൈഡായിട്ട് കൂടെ കൂടിക്കോട്ടെ, ബിസിനസ് കാര്യങ്ങൾ ഒന്നും സംസാരിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം അതൊക്കെ ഓൾറെഡി തന്നെ സെറ്റ് ആയതാണ്, നിങ്ങൾ ബുദ്ധിമുട്ടണമെന്നില്ല, നിങ്ങൾ സിംഗിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇയാളും സിംഗിൾ ആണ് എന്ന് പറയുന്നു. അപ്പോൾ റഷ്യൻ ഇയാളോട് ഒരിക്കലും നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കരിയർ എന്ന് പറയുന്നത് ലൈഫിൽ ഒരു പാർട്ട് മാത്രമാണെന്ന്, അതിനേക്കാൾ ഉപരി ഒരുപാട് മുകളിലാണ് നമ്മൾ ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇയാൾ ഒരു ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന കാര്യം നമ്മുടെ ഹോമിങ്ങും അറിയുകയാണ്. ഇവൻ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിരുന്നല്ലോ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിക്കാനായിട്ട്. സോ ഇദ്ദേഹം ഭയങ്കര സത്യസന്ധനായിട്ടുള്ള ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള പാർട്ട്ണറോട് അത്രയും സിൻസിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വൈഫ് കഴിഞ്ഞിട്ട് ഇയാളുടെ ലൈഫിൽ മറ്റാർക്കും മറ്റെന്തിനും സ്ഥാനമല്ലോ എന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അസിസ്റ്റന്റ് ഇവനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോമിങ് ഇപ്പോൾ അത്യാവശ്യം നല്ല നിരാശയിലാണ്. കാരണം ഇവന്റെ അടുത്ത് ഇപ്പോൾ ഷോയാൻ ഇല്ല. ഏറ്റവും കൂടുതൽ ഇവനിപ്പോ ഷോയാൻ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ആ ഒരു റഷ്യനെ കയ്യിലെടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ അവൾക്ക് മെസ്സേജ് അയക്കാനായിട്ട് ചാറ്റ് എടുക്കുന്നു. പക്ഷെ ഇവനെ കൊണ്ട് ആവുന്നില്ല. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവൻ എങ്ങനെയാണ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത് എന്ന് ആലോചിച്ചിട്ട് അതുകൊണ്ട് തന്നെ അവനത് അയക്കാനാവുന്നില്ല. അതിനുശേഷം പിറ്റേന്നാണ് കാണുന്നത് ഇപ്പോൾ ഷോയാൻ ആണെങ്കിലും നല്ല ബിസിയാണ്. ലിയാങ് പറഞ്ഞയച്ച ആ ഒരു ഫോട്ടോഗ്രാഫറുടെ സാന്നിധ്യത്തിൽ ഇവരുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കാണ് ഒരു പ്രൊഫഷണൽ രീതിയിൽ. ലിയാങ്ങും അവിടെ തന്നെയുണ്ട്. ലിയാങ് ആണെങ്കിൽ ഇവളോട് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവന്റെ ആ ഒരു സപ്പോർട്ടിന് താങ്ക്സ് പറയുന്നു. എന്നിട്ട് അവൾ ആ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇവൾക്ക് തണുക്കുന്നുണ്ടാവും എന്ന് വിചാരിച്ച ലിയാങ് ആണെങ്കിൽ കോട്ടൊക്കെ ഊരി ഇവൾക്ക് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാനായിട്ട് വരുന്നു. പക്ഷെ ഷോയാൻ ആണെങ്കിൽ മൈൻഡ് പോലും ചെയ്യാതെ എഴുന്നേറ്റ് പോവുകയാണ്. ഷോയാൻ ആണെങ്കിൽ ഫുള്ള് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷെ ലിയാങ് ആണെങ്കിൽ ഇവളെ ആണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ഇവളോട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന നിന്നെ പോലെ ഒരു വ്യക്തിയെ ഹോമിങ് എങ്ങനെയാ മിസ് ചെയ്തത്, എനിക്കറിയാം അവനൊരു ഇമോഷണലി ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത വ്യക്തിയാണെന്ന്, അവൻ എന്തായാലും നിന്നെ പോലെ ഒരു വ്യക്തിയെ അർഹിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഷോയാൻ ആണെങ്കിൽ ഇവൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇവനാണെങ്കിൽ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, അവരെ എങ്ങനെ വേണം കൊണ്ടു നടക്കാൻ, അവരെ എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഇവളുടെ ഒരു സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതെല്ലാം കേട്ടിട്ട് ഷോയാൻ എനിക്ക് മനസ്സിലായി സാർ, എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണറെ തന്നെ കിട്ടും, ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് നൈസിന് പോവാണ്. ഇവൻ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അവൾ ആ ഒരു കാര്യം എടുക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ഇവളെ ഹോമിങ് വിലക്കാണ്. അവൻ എങ്ങനെയൊക്കെയോ റെഡിയാക്കി അവസാനം ഇവളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നു. പക്ഷെ ഇവളാണെങ്കിൽ താൻ ബിസിയാണ് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാണ്. ലിന്നും അത് കേട്ട് ഇവളോട് വന്ന ആരാ എന്ന് ചോദിക്കുമ്പോൾ ഷോയാനും ഹോമിങ് ആണ് എന്ന് പറയുന്നു. അപ്പൊ ഇവൾക്കാണെങ്കിൽ വീണ്ടും ഹോമിങ് മെസ്സേജ് അയച്ച് എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം എന്ന് പറയുകയാണ്. ഷോയാനും ലിനോട് ഹോമിങ് ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പൊ ലിൻ അപ്പോ നീ അയാളുടെ അടുത്തോട്ട് പോകാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത്രയും അർജന്റ് അല്ലാതെ ഹോമിങ് എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യില്ല, എന്തെങ്കിലും അർജന്റ് ആയിരിക്കും, നീ വിഷമിക്കണ്ട, ഞാൻ അത് ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവള് നേരെ ഇവനെ കാണാനായിട്ട് ഇവരുടെ ആ ഒരു വീട്ടിലേക്കാണ് വരുന്നത്. ഇവള് ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ ഇവരുടെ ആ ഒരു സ്വർഗത്തിലോട്ട് എത്തുന്നത്. സോ ഇവൾ അവിടെ ചുറ്റും നോക്കുന്ന സമയത്ത് ഇവനാണെങ്കിൽ ഇവരുടെ ആ ഒരു ഫോട്ടോ മറയ്ക്കുന്ന രീതിയിലാണല്ലോ അവിടെ ഒരു പെയിന്റിങ് എടുത്ത് വെച്ചേക്കുന്നത്. അത് ഷോയാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഇവൾക്ക് നല്ല ഫീൽ ആവുന്നുണ്ട്. കാരണം ഹോമിങ് അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവളോടുള്ള വെറുപ്പ് കാരണം ആയിരിക്കുമല്ലോ. എന്നിട്ട് ഇവളും ഇവനോട് എന്നെ എന്തിനാ വിളിപ്പിച്ചത്, എന്താ കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞേക്കാ, എനിക്ക് പോണം എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ കാലിന്മേ കാലൊക്കെ കയറി വെച്ച് ഭയങ്കര അഹങ്കാരത്തില് ഞാനൊരു ബിസിനസ് ഡീൽ വെക്കാം,
എനിക്കറിയാം നീ ഒരു ഇൻവെസ്റ്റർ തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ നിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഷോയാൻ ഇവന്റെ ഇരുത്ത് കണ്ടിട്ട് നിങ്ങളാണ് ഇപ്പോൾ വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നിട്ട് എന്നോട് ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി ഈ ബോസ് കളിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോ ഹോമിംഗ് ആണെങ്കിൽ കാലൊക്കെ താഴെ ഇറക്കി നല്ല മര്യാദയുടെ ഭാഷയിൽ ഒരു റഷ്യൻ കപ്പിള് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുമായിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഇന്റർനാഷണൽ തലത്തിലേക്ക് ഉയർത്താൻ സാധിക്കും. പക്ഷെ പുള്ളിക്കാരൻ ഫാമിലിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നീ എന്റെ വൈഫായിട്ട് നല്ലൊരു വൈഫായിട്ട് എന്റെ കൂടെ വേണം, അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ അപ്രൂവൽ നമ്മുടെ കമ്പനിക്ക് കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞ് അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഷോയാൻ നമ്മൾ കൂളിംഗ് പീരീഡിൽ നിൽക്കുന്ന ഡിവോഴ്സ് ആവാൻ പോകുന്ന കപ്പിൾസ് ആണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ലൊരു ഫാമിലി ആവാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പക്ഷെ നമ്മൾ ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ, ലീഗലി നമ്മൾ ഇപ്പോഴും മാരീഡ് ആയിട്ടുള്ളവർ തന്നെയാണ്, നീ എന്റെ വൈഫ് തന്നെയാണ്, എനിക്ക് നീ ഫ്രീ ആയിട്ട് ഹെൽപ്പ് ഒന്നും ചെയ്തു തരണ്ട, ഞാൻ നിന്റെ കമ്പനിയിൽ എത്രയാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാം, അതിന് ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഷോയാൻ കുറച്ച് ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡീല് വഴി എത്രയാണ് ലാഭം കിട്ടാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ്ങും ബില്യൺ കണക്കിനാണെന്ന് പറയുന്നു. അപ്പോൾ ഇവനോട് എനിക്ക് 1 മില്യൺ യുവാൻ മതി, എനിക്കത് ഓക്കെയാണ്, അത് ഓക്കെ ആണെങ്കിൽ സമ്മതിക്കാം, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോയാൽ മതി എന്ന് പറയുമ്പോൾ ഹോമിങ് 1 മില്യണോ, അതുകൊണ്ട് നിന്റെ ബിസിനസ് എവിടെ എത്താനാ, അതുകൊണ്ട് നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിനക്ക് ഞാൻ 10 മില്യൺ തന്നേക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ചോദിച്ച പൈസ മാത്രം കിട്ടിയാൽ മതി, അതിൽ കൂടുതൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു പൈസ പോലും എനിക്ക് വേണ്ട, എനിക്കതിന്റെ ആവശ്യമില്ല, നിങ്ങൾ എന്റെ ഇൻവെസ്റ്റർ ആവേ വേണ്ട എന്ന് പറയുമ്പോൾ ഇവന് ഒന്നും പറയാൻ പറ്റുന്നില്ല. സോ ഓക്കെ പറയാണ് ഇവളുടെ ആ ഒരു തീരുമാനത്തിനോട്. ഓക്കെ പറഞ്ഞ ഇവളോട് നമ്മൾ അവരുടെ മുന്നിൽ പെർഫെക്റ്റ് ഒരു കപ്പിളായിരിക്കണം, സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒരു കപ്പിളായിരിക്കണം, ഒരിക്കലും ഈ ഒരു അകൽച്ചയൊന്നും അവിടെ ഉണ്ടാവരുത് എന്ന് പറയുമ്പോൾ ഇവളും സമ്മതിച്ച് ഇവരെ കൈയൊടുക്കുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരു പ്രത്യേക കോസ്റ്റ്യൂമില് ആ ഒരു റഷ്യനും വൈഫും ഉള്ള അതേ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു റഷ്യനും വൈഫും ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ തന്നെ ഉണ്ട്. സോ അവരെ കാണിക്കാൻ വേണ്ടി തന്നെ ഇവര് രണ്ടുപേരും നല്ല ജോഡികളായിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ബേബി ഐഡി കാർഡ് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഷോയാണി നിങ്ങൾ അത് മറന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഓ അതെ ബേബി അത് എന്റെ മിസ്റ്റേക്കാ, നമുക്ക് എന്തായാലും ഇന്നിവിടെ സ്റ്റേ ചെയ്യാനാവില്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തു പോയി ക്യാമ്പൊക്കെ സെറ്റ് ചെയ്യാം, അത് ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാണ്. ഇവര് എന്ത് ക്യൂട്ട് കപ്പിൾസ് ആണ് എന്നാണ് റഷ്യനും അത് കണ്ട് വൈഫിനോട് പറയുന്നത്. പക്ഷെ ആ ഒരു വൈഫാണെങ്കിൽ അപ്പോ എല്ലാം കൊള്ളാം, പക്ഷെ ഈ ബാർബി ഡ്രസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്ലാൻ 3G. സോ ഇവര് പിറ്റേന്ന് വീണ്ടും അതിലും നല്ല വേഷത്തില് എത്തുകയാണ്. എന്നിട്ട് ആ ഒരു റഷ്യനും വൈഫുള്ള അതേ ലിഫ്റ്റിലേക്ക് കയറുന്നു. അവരുടെ റൂമും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ഇവരുടെ കോസ്റ്റ്യൂം ആണെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെടാണ്. പക്ഷെ ഷോയാന്റെയും ഹോമിങ്ങിന്റെയും പിന്നാലെയാണ് അവർ രണ്ടുപേരും നടന്നു വരുന്നത്. ഇനി ആകെ അവസാനിക്കാൻ 2 റൂം മാത്രമാണ് ബാക്കിയുള്ളത്. ഇവര് ഈ ഒരു സ്ഥലത്ത് റൂം എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നൈസിന് അതും ഇതും പറഞ്ഞ് പുറകിലോട്ട് വലിയുന്നു അവരെ കടത്തിവിടാനായിട്ട്. അവര് മുന്നേ തന്നെ പോയി അവരുടെ റൂമിലേക്ക് പോകുന്നു. സോ ഇവരും വന്ന ആ ഒരു ദൗത്യം കറക്റ്റ് ആയിട്ട് നിർവഹിക്കുന്നു. അവരുടെ ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ്. സോ അത് കണ്ടെത്തിയിട്ട് പിറ്റേന്ന് ഇവര് അത്യാവശ്യം നല്ലൊരു നോർമൽ ഡ്രസ്സിൽ റഷ്യനും വൈഫും താമസിക്കുന്ന അതേ റൂമിന്റെ തൊട്ടപ്പുറത്തുള്ള റൂമിലാണ് ഇവരും റൂം എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇവരാണെങ്കിൽ ആ ഒരു റിസപ്ഷനിൽ വിളിച്ചിട്ട് ഐ ലവ് യു എന്ന് എഴുതിയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേക്ക് 209 റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയാണ്. സത്യത്തില് അത് ഇവരുടെ റൂമിലോട്ടല്ല, അത് ആ ഒരു റഷ്യന്റെ റൂമിലോട്ടാണ് ഇവര് പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാഫും ആ ഒരു കേക്ക് ഇദ്ദേഹത്തിന്റെ റൂമിലോട്ട് കൊണ്ടുവരുന്നു. പക്ഷെ ഇദ്ദേഹം അല്ല ഞാൻ കേക്ക് ഒന്നും ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ച് ഇയാളെ പറഞ്ഞു വിടാൻ തുടങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ വൈഫ് ആണെങ്കിൽ ഓ ബേബി നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ ഒരു സർപ്രൈസ് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇത് എന്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്കാണ് എന്ന് പറഞ്ഞ് ഇതാവുമ്പോ ഇയാളല്ല ഇത് ഓർഡർ ചെയ്തത് എന്ന് പറയാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കേക്ക് സ്വീകരിച്ച് അത് കഴിക്കാനും സ്റ്റാർട്ട് ചെയ്യാണ്. അവർ കഴിച്ചു എന്ന് മനസ്സിലാക്കി കറക്റ്റ് സമയം നോക്കി ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലാണ്. എന്നിട്ട് ഇവരോട് ഒരു കേക്ക് കിട്ടിയായിരുന്നോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ഓൾറെഡി അവർ കട്ട് ചെയ്ത് പോയല്ലോ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അയ്യോ ഇത് നിങ്ങൾക്ക് വന്നതായിരുന്നോ, സോറി ഞങ്ങളത് കട്ട് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ഫീൽ ആവുമ്പോൾ ഇവരും അകത്തേക്ക് വരാണ് ആ ഒരു കേക്ക് നോക്കാനായിട്ട്. അപ്പോ അദ്ദേഹത്തിന്റെ വൈഫും ഇവരോട് സോറി പറഞ്ഞിട്ട് ഞങ്ങളത് കട്ട് ചെയ്തു പോയി, ഒരു കാര്യം ചെയ്യും നമുക്ക് ഇതെല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം എന്ന് പറയുമ്പോൾ ഇവര് വേണ്ട ഇത് ഒരു കപ്പിളിന് മാത്രം കഴിക്കാനുള്ളതാണ്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേക്ക് ഷെയർ ചെയ്ത് കഴിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഹോമിങ് ഇവളോട് ഈ ഒരു കേക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് സോറി ബേബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് നൈറ്റ് ഇവിടെ നടക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോവാം എന്ന് പറയുമ്പോൾ റഷ്യനും വൈഫും അത് കേട്ട് നിങ്ങളും അവിടേക്ക് പോകുന്നുണ്ടോ, ഞങ്ങളും വരുന്നുണ്ട്, അപ്പൊ എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞ് അവര് വളരെ ഹാപ്പി ആയിട്ട് പിരിയുകയാണ്. സത്യത്തില് അവരുടെ രണ്ടുപേരുടെയും ഷെഡ്യൂൾ മനസ്സിലാക്കിയിട്ടാണ് ഷോയാനും ഹോമിങ്ങും ആ ഒരു നാടകം കളിച്ചത്. അതിനുശേഷം ഇവർ രണ്ടുപേരും റൂമിലെത്തിയിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഷോയാൻ കിടക്കാനായിട്ട് ബെഡ് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹോമിങ് അവിടുത്തെ സോഫ പിടിക്കുന്നു. അതിനുശേഷം നൈറ്റ് റെഡി ആയിട്ട് പെർഫെക്റ്റ് കപ്പിളായിട്ട് ഇവർ ആ ഒരു റഷ്യൻ കപ്പിൾസിന്റെ അടുത്തേക്ക് എത്തുന്നു. ഇവരെന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് കുറച്ച് കണക്ട് ആയിരിക്കാണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിലാണെങ്കിൽ ഗെയിമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റഷ്യനും വൈഫും കൂടി അതിൽ പങ്കെടുക്കാനായിട്ട് ഫസ്റ്റിലെ പോകുന്നു. അപ്പോൾ ഹോമിങ് ആണെങ്കിൽ നമുക്കും ഇത് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയുമ്പോൾ ഷോയാൻ അത് റിയൽ കപ്പിൾസിന് വേണ്ടിയിട്ടുള്ളതാണ്,
കപ്പിൾസ് ആയിട്ട് നടിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറയുമ്പോൾ ഇവനും ഓ ശരി എങ്കിൽ പിന്നെ മറന്നേക്കാം എന്ന് പറയാണ്. അതിനുശേഷം ഇവര് രണ്ടുപേരും അവരുടെ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു ഗെയിമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹോമിംഗ് നോക്കുന്ന സമയത്ത് അവിടെയുള്ള കുറച്ച് പയ്യന്മാരാണെങ്കിൽ ഷോയാനെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹോമിംഗ് ആണെങ്കിൽ അവന്റെ കോട്ടൂരി ഇവളെ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ അത് ഇട്ടു കൊടുക്കുന്നു. പക്ഷെ ഷോയാനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അല്ല ഇതെന്തിനാ ഇപ്പോ ഈ ഓവർ കെയറിംഗ് ഒക്കെ എന്തിനാ, അതും അവര് മുന്നിൽ ഇല്ലാത്ത സമയത്ത് എന്ന് ചോദിക്കുമ്പോ ഹോമിങ് അത് പിന്നെ ഇവിടെ നല്ല കാറ്റുണ്ട്, തണുത്ത് വെറുതെ പനി പിടിക്കണ്ട എന്ന് പറയുമ്പോ ഇവള് കാറ്റോ ഇവിടെ ഒരു പുല്ല് പോലും അനങ്ങുന്നില്ല എന്ന് പറയുമ്പോ ഇവൻ ഹസ്ബൻഡ് നല്ലൊരു കാര്യം ചെയ്തതല്ലേ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്, അതല്ലേ നമ്മുടെ ഡീല് എന്ന് ചോദിക്കുമ്പോ ഇവള് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവര് പബ്ലിക്കിന്റെ മുന്നിൽ ഷോ കാണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഇവര് ചിരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയാനായിട്ട് തുടങ്ങുകയാണ്. ലാസ്റ്റ് ഷോയാനാണെങ്കിൽ ദേഷ്യം വന്ന് ഞാൻ ഇത് അവസാനിപ്പിക്കാൻ പോവാ, നിങ്ങൾ ആരെയാന്ന് വെച്ചാൽ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചോ എന്ന് പറയുമ്പോ ഇവൻ നമ്മൾ തമ്മിൽ ഒരു കോൺട്രാക്ട് ഉണ്ടെന്ന കാര്യം നീ മറന്നു പോകരുത് എന്ന് പറയുമ്പോൾ ഷോയാൻ ഇവനോട് രണ്ടുപേർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു, ആ ഒരു ഹെൽപ്പിന് നിങ്ങളെ എനിക്ക് പൈസ തരുന്നു, അതുകൊണ്ട് തന്നെ ആരും ഇവിടെ ഒരാളുടെ മുകളിലോട്ട് കയറേണ്ട കാര്യമില്ല, ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല, ബോസ് കളിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മറ്റേ ആ ഒരു കപ്പിൾസിനെ കാണിക്കാൻ വേണ്ടി നല്ല രീതിയിൽ അഭിനയിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഷോയാൻ നിങ്ങൾ എന്നെ യൂസ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഇവനും നീയും അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് പക്ഷെ ഞാൻ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് എന്ന് പറയുമ്പോൾ ഹാമിങ്ങിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. സോ ഹാമിങ് നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തിട്ടുണ്ട്, പക്ഷെ നീ എന്തിനാ ഈ ലെവലിലോട്ട് പോകുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഇവള് ഏത് ലെവലിലോട്ട്, ഡിവോഴ്സിന്റെ കാര്യമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്താ നിങ്ങളിപ്പോ തിരിച്ചു നമ്മൾ ഒന്നാവണോ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ അതിന് ശ്രമിച്ചതാണ് പക്ഷെ വർക്ക്ഔട്ട് ആയില്ല, ഇനിയിപ്പോ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല, വളരെ ലേറ്റ് ആയി പോയി എന്ന് പറയുമ്പോൾ ഹോമിങ്ങിന് ദേഷ്യം വന്ന് നീ എന്റെ കൂടെ വന്നു കഴിഞ്ഞാലോ നിനക്ക് വേണ്ടതെല്ലാം കിട്ടും, നീ വെറുതെ ബിസിനസ് എന്ന് പറഞ്ഞ് ഇറങ്ങി നിന്റെ പൈസ കൊണ്ട് കളയാൻ മാത്രമാണ് ചെയ്യുന്നത്, നിന്റെ പൈസ പോകുന്നതല്ലാതെ നിന്റെ ബിസിനസ് ക്ലിക്ക് ആവുന്ന നീ വിചാരിക്കണ്ട, അതുകൊണ്ട് നീ തിരിച്ചു വന്നാലും നിനക്ക് കൊള്ളാം എന്ന് പറയുമ്പോൾ അത് കേട്ടവൾക്ക് നല്ല ദേഷ്യമെന്ന്, നിങ്ങൾ എന്താ വിചാരിച്ചത് എന്റെ ബിസിനസ് പൂട്ടി പോകുന്നോ, ഒരിക്കലും ഇല്ല, എനിക്ക് ഫണ്ട് ഇല്ലാതെ കഷ്ടപ്പെടാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്, എങ്കിൽ അങ്ങനെയല്ല, എന്റെ സ്റ്റാർട്ടപ്പിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആളുകൾ ക്യൂ ആണ്, എന്താ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ, പോയി ക്യൂവിൽ നിൽക്ക് എന്ന് പറഞ്ഞ് ഇവള് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ ഇവനും അതാരാ നിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അതിന് മറുപടി കൊടുക്കാതെ പോകാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് ഈ ഒരു റഷ്യനും വൈഫും അവരുടെ ഗെയിം ജയിച്ചിട്ട് പ്രൈസ് ഒക്കെ വാങ്ങി അങ്ങോട്ടേക്ക് വന്ന് ഇവരോടും ആ ഒരു ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് പറയാണ്. അവരുടെ മുന്നിൽ ഇവർക്ക് രണ്ടുപേർക്കും നോ പറയാനാവാത്തത് കൊണ്ട് തന്നെ ഇവരും ഇപ്പോൾ ആ ഒരു ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരും ഒരേ മനസ്സുള്ളവരാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമാണ്. 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ ഒരേ ദിശയിലേക്ക് നോക്കണം, എതിരെയുള്ള ദിശയിലാണ് നോക്കുന്നതെങ്കിൽ മുന്നിലിരിക്കുന്ന വെള്ളം എടുത്ത് ആർക്ക് വേണോ ഫസ്റ്റില് തന്നെ മറ്റേ ആളുടെ മുഖത്തഴിക്കാം. പക്ഷെ അപ്പോഴും ഹോമിങ് ആണെങ്കിൽ ഇവളോട് ആ ഒരു ഇൻവെസ്റ്റർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അത് അറിയാൻ നല്ല ആകാംക്ഷയുണ്ട്, പക്ഷെ ഇവള് പറയുന്നില്ല. ഇവരുടെ ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ എടുത്തൊഴിച്ച് പണിഷ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇവർ രണ്ടുപേരും ഒരേ ദിശയിലോട്ടാണ് നോക്കുന്നത്. പക്ഷെ ഷോയാൻ മനഃപൂർവ്വം തന്നെ ഇവന്റെ മുഖത്ത് വെള്ളം കോരി ഒഴിക്കുന്നു. അങ്ങനെ ആ ഒരു ഗെയിം കഴിഞ്ഞതിന് ശേഷം ഇവർ അടുത്ത ഗെയിമിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് ബാക്കിൽ നിന്ന് ഒരാൾ ഒരു വാക്ക് എഴുതിയേക്കും, അത് അഭിനയിച്ച് മുന്നിലുള്ള ആളെ കൊണ്ട് പറയിപ്പിക്കണം. സോ അങ്ങനെ അവരുടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവള് ആക്ഷൻ കാണിക്കുന്ന സമയത്ത് ഹോമിങ്ങും അത് പറയാണ്. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു വാക്കായിട്ട് വരുന്നത് ബാൻഡേജ് എന്നാണ്. അത് കാണുന്ന സമയത്ത് ഇവൾക്ക് പെട്ടെന്ന് ഇവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ആവുന്നതിന് മുന്നേ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, ഇവളുടെ കൈ ഒന്ന് ചെറുതായിട്ട് ബ്ലീഡിംഗ് ആയ സമയത്ത് ഹോമിങ് പോയി ഒരു ലോഡ് ബാൻഡേജ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. സോ അത് ആലോചിച്ച് ഇവള് ഒന്ന് സ്റ്റക്ക് ആവുകയാണ്. എന്നിട്ട് സമയം പോവുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന് ഇവളുടെ കൈ തൊട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോഴേ തന്നെ ഹോമിങ്ങിന് ആ ഒരു കാര്യം മനസ്സിലാവാണ്. അവനും ബാൻഡേജ് എന്ന് പറഞ്ഞ ആ ഒരു ഉത്തരം പറയുന്നു. സോ ഹോമിങ്ങും പെട്ടെന്ന് ആ ഒരു മൊമെന്റിലേക്ക് പോവാണ്. അതുപോലെ തന്നെ ഷോയാലും ഇവരുടെ രണ്ടുപേരുടെയും ബോണ്ടിങ് അവിടെ നിന്നൊക്കെ ആണല്ലോ സ്റ്റാർട്ട് ആവുന്നത്. സോ രണ്ടുപേരും ആ ഒരു നിമിഷം ആലോചിച്ച് കുറച്ച് ഇമോഷണലി ഡൗൺ ആവുകയാണ്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വരിയിൽ കാണാം.